വെൽക്കം ബാക്ക്. നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചെക്ക് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് ചെക്ക് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഇന്നത്തെ ലെവൽസ് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെൻഡ് ലൈൻ്റെ പുറത്ത് റീടെസ്റ്റ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. നമുക്ക് ഇന്നത്തെ സംഭവങ്ങൾ എക്സാക്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിരുന്ന മാർക്ക് ചെയ്തിരുന്ന ഒരു സോണുണ്ട്. ആ സോണിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ശേഷം ഒന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ശേഷം സെല്ലിംഗ് പ്രഷർ വന്നു. നമുക്ക് വന്നിരുന്ന ആ ഒരു സോണിനകത്ത് കൂടെ വളരെ സാവധാനം മാർക്കറ്റ് താഴേക്ക് വീഴുകയാണ് ചെയ്ത്. ദെൻ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിനു ശേഷം റീടെസ്റ്റ് വന്നു. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. നമുക്കിവിടെ ട്രെൻഡ് ലൈൻ തന്നതിന് ശേഷം ഇവിടുന്ന് റീടെസ്റ്റ് തന്ന് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് കയറി നമ്മുടെ ആ ഒരു സോണിനകത്ത്, അതായത് ആ ഒരു സംഭവം റീടെസ്റ്റിനകത്ത് ഒരുപാട് പേര് ഒരു ഫാൾസ് ബ്രേക്കൗട്ടാണെന്ന് കരുതിയത് കുറേ സി എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട്. അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അതിനകത്ത് കണ്ടത്. നമ്മൾ കാണാം, ഇതിനകത്ത് മുകളിൽ കയറി തൊട്ടിലെല്ലാം നമ്മൾ മുൻപേ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയക്കകത്ത് എക്സാക്റ്റ് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എടുത്തു. വീണ്ടും താഴേക്ക് നല്ല രീതിയിൽ താഴേക്ക് വന്നു നമുക്ക് കാണാം. അതിനകത്ത് പിന്നെ മാർക്കറ്റ് ക്ലോസ് ആവുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു റെസിസ്റ്റൻസിന് താഴെ നല്ല രീതിയിൽ താഴത്തേക്ക് വന്നിട്ടാണ് ഉണ്ട്. DAs നമ്മളൊരു 1 മിനിറ്റ് ക്യാൻഡിൽ ചെക്ക് ചെയ്താൽ വെച്ചാൽ നമുക്ക് കാണാം. DAs മാർക്കറ്റ് പൊക്കാൻ നോക്കുന്നതിനനുസരിച്ച് FIAs മാക്സിമം സെല്ല് ചെയ്ത് ബുക്ക് ചെയ്യാൻ, മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു കണ്ടിരുന്നത്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം, ഓരോ DAs ഓരോ പോയിന്റിലും ബൈ ചെയ്യുന്നതിനനുസരിച്ച് FIAs മാക്സിമം സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. ഇവിടുന്നൊക്കെ കാണാൻ നിങ്ങൾക്ക് മാക്സിമം സെല്ലിംഗ് ആയിരുന്നു. ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെവലിൽ സെല്ല് ചെയ്ത് കാര്യങ്ങളാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഇന്നത്തെ രീതിയിൽ നമുക്കൊരു എൻട്രിയുടെ പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയക്കകത്തായിരുന്നു. നമുക്കിതൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. നമുക്ക് ഓപ്ഷൻ ചെയിനും കൂടി നോക്കുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിൽ ഓപ്ഷൻ ചെയിനകത്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യായിരുന്നു. നല്ല രീതിയിൽ ഇരട്ടിയിലധികം കോൾ റേറ്റേഴ്സ് കൂടുതലായിരുന്നു. പുട്ട് റേറ്റേഴ്സിനേക്കാൾ ഇരട്ടിയിലധികം കൂടുതലായിരുന്നു കോൾ റേറ്റേഴ്സ്. സോ നമുക്ക് ഈ ഒരു സംഭവം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യായിരുന്നു. സ്കാൾപ്പിംഗ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമുക്ക് ട്രയൽ ചെയ്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം 268 പോയിൻറ്റോളം നമുക്ക് അതിന് ശേഷം താഴേക്ക് പോകുന്നുണ്ട്. സോ ഒരു 200 പോയിൻറ്റോളം നമുക്ക് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ തന്നെ മെൽറ്റിംഗ് കുറവായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ കോൺട്രാക്റ്റ് ആയിരിക്കും, കഴിഞ്ഞ ദിവസം ഇതായതുകൊണ്ട് എക്സ്പയറി കഴിഞ്ഞുകൊണ്ട് പുതിയ കോൺട്രാക്റ്റ് ആയിരിക്കും ഇന്ന് വന്നിരിക്കുന്നത്. സോ മെൽറ്റിംഗ് വളരെ കുറവായിരിക്കും ഉണ്ടാവും. സോ നമുക്ക് ഈ ഒരു സംഭവത്തിനകത്ത് നമ്മൾ ട്രയൽ ചെയ്ത് പോവുകയാണെങ്കിൽ മാക്സിമം ഒരു 200 പോയിന്റ് വരെ നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടായിരുന്നു. ഓക്കെ, നിഫ്റ്റിയുടെ കേസിൽ അതായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയും ഈ പറയുന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു ഇതിലാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തത്. പക്ഷേ എന്നിരുന്നാലും ആദ്യത്തെ ക്യാൻഡിൽ മറ്റേ നിഫ്റ്റിക്ക് പറഞ്ഞിരുന്ന പോലെ തന്നെ ഒരു ഇതിലായിരുന്നു, ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു ഉണ്ടായിരുന്നു. ഓപ്പൺ ചെയ്തിരിക്കുന്ന അവിടുന്ന് ഏകദേശം നമുക്ക് കാണാം ഒരു 228 പോയിൻറ്റോളം ആദ്യത്തെ ക്യാൻഡിൽ മാത്രം അത് കയറിയിട്ടുണ്ട്. ദെൻ വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയക്കകത്ത് തന്നെയായിരുന്നു ട്രേഡ് കുറേ നേരത്തേക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ തൊട്ട് താഴെ വരച്ചിരുന്ന 47,779 ആ റേഞ്ചിനകത്തേക്ക് വന്നു. വീണ്ടും നമ്മൾ ആ ഏരിയ മാർക്ക് ചെയ്തതിനകത്ത് പോയി റെസിസ്റ്റൻസ് എടുത്തു, താഴേക്ക് വന്നു. വീണ്ടും നമുക്ക് ഇത് റീടെസ്റ്റ് എൻട്രി കണ്ടിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഇവിടുന്നൊരു പുട്ട് ഓപ്ഷൻ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാവുന്നതാണ്. എക്സാക്റ്റ് നമുക്ക് ഇവിടെ നിന്നാണ് വീണ്ടും മാർക്കറ്റ് റിവേഴ്സിൽ പോയിരിക്കുന്നത്. ഇതൊരു നമുക്കൊരു ഇതായി കണ്ടിട്ട് നമുക്കൊരു പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ അവിടുന്ന് ബൈ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഏകദേശം അതിനുശേഷം നമ്മൾ ട്രേഡ് ചെയ്ത് പോകുകയെന്ന് വെച്ചാൽ 436 പോയിൻറ്റോളം മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒരു കറക്ഷൻ, ഒരു റാലി തരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. നമ്മൾ നാളത്തേക്കുള്ള ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. നമ്മളൊരു ഡേ ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഈ ഒരു ഡൗൺ ട്രെൻഡ് തുടങ്ങുന്ന സമയം തൊട്ടേ പറഞ്ഞ് നമ്മൾ ഒരു മാർക്ക് ചെയ്തിരുന്നൊരു ഏരിയ ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. എക്സാക്റ്റ് അതിനകത്ത് വന്നിട്ടാണ് ഇന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഏകദേശം ഈ ഒരു ഡിസംബർ മുതൽ മാർക്കറ്റ് ഫോളോ ചെയ്ത് പോരുന്ന ഒരു ട്രെൻഡ് ലൈനാണത്. ഈ ഒരു ഏകദേശം 6 മാസത്തോളമായിട്ട് ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ഒരു ക്യാൻഡിൽ എടുത്ത് പോകുന്ന ഈ ഒരു സാധാരണ രീതിയിൽ നമുക്ക് കാണുന്ന ഒരു അപ്സൈഡ് മൂവ് ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് ലൈനിനകത്താണ് മാർക്കറ്റ് ഇത്രയും കാലം, ഒരു 6 മാസത്തോളമായിട്ട് മാർക്കറ്റ് ഫോളോ ചെയ്ത് വരുന്ന ക്യാൻഡിൽ ലൈനാണ്. നിങ്ങൾക്ക് കാണാം എക്സാക്റ്റ് അതിനകത്ത് സപ്പോർട്ട് എടുത്തിട്ടാണ്
നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളത്തെ സംഭവങ്ങൾ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നാളെ ഒരു സംഭവം ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ തന്നെ ചാടിക്കയറി ഒരു കോൾ ഓപ്ഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഏത് രീതിയിലാണ് കുറേ സ്വാഭാവികമായിട്ട് ഇത് വരുന്ന സമയത്ത് ബയേഴ്സ് ഒരുപാടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാവുന്നതാണ്, താഴത്തേക്ക് ഒരു പുൾ ബാർ വന്ന ശേഷം ഒരു ഡോജി കാൻഡിലായിട്ടാണ് സാധാരണ രീതിയിൽ ഇവിടെയും ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പം നാളത്തേക്കുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ തന്നെ ഒരു ഇത് മാർക്കറ്റ് താഴേക്ക് വന്നതിന് ശേഷം ഒന്നുകൂടി ഒരു ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം നമുക്ക് സാധാരണ രീതിയിൽ ഗ്യാപ്പ് അപ്പ് തന്ന് താഴേക്ക് പോയതിന് പകരം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടായതിനു ശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറി ഇവിടെ റീടെസ്റ്റ് എടുത്ത് നിൽക്കുന്ന രീതിയിലൊക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ സംഭവങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയക്കകത്താണ് നിൽക്കുന്നത്. ഇവിടുന്നും ഈ ഒരു വീക്കിലി കാൻഡിൽ അതിൻ്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബിയറിഷ് എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ കഴിഞ്ഞ 6 മാസമായിട്ട് ഫോളോ ചെയ്തു പോരുന്ന ഒരു ട്രെൻഡ് ലൈനകത്താണ് ഇപ്പം നിൽക്കുന്നത്. നമുക്കൊരു നെഗറ്റീവ് ന്യൂസ് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള മാർക്കറ്റ് ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറും എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിഫ്റ്റിയുടെ സംഭവങ്ങൾ നോക്കാം, ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഞാൻ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിനകത്ത് നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെന്ന് വെച്ചാൽ 15 മിനിറ്റ്സ് ക്യാൻഡിലിനകത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും നെക്സ്റ്റ് ലെവലായിട്ട് വരുന്ന സംഭവം ഇവിടെ കഴിഞ്ഞ് ഇതിനകത്ത് വന്നിരിക്കുന്ന ലെവൽ താഴെ ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് കിടക്കുന്ന സംഭവങ്ങളുണ്ട്. നമുക്ക് ആ ലെവലൊന്ന് നോക്കി ചെയ്യാം ഇവിടെ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ടുള്ളതാണ് 21,781. 200 പോയിൻ്റ് താഴെ കിടക്കുന്നതാണ്. ഒരു സപ്പോർട്ട് ലൈനായിട്ട് ഇവിടെ തൊട്ട് താഴെ ഒരു സംഭവം വേറെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു 3 ലെവൽസ് നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം മുൻപ് സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ എടുത്തിരിക്കുന്ന ലെവൽസാണ്. നമ്മൾ മാർക്കറ്റിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഇപ്പം ഇന്നത്തെ സംഭവങ്ങളുടെ വന്നിരിക്കുന്നതിന് തൊട്ട് താഴെ കിടക്കുന്ന ഒരു ഏരിയയാണ്. സോ ഇതിലെവിടെയെങ്കിലും വന്ന് അല്ലെങ്കിൽ ഇതിന് താഴെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് താഴെ നിന്ന് വന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം സാധാരണ രീതിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് തന്ന് താഴേക്ക് വരുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് കൺസിഡർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഡെയിലി ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിക്കകത്തും അതേ രീതിയിൽ ഒരു സംഭവം നമുക്ക് കാണാവുന്നതാണ്. നമ്മളിവിടെ ഒരു സംഭവം ഉച്ചയ്ക്ക് വരച്ച് നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് ഫോളോ ചെയ്യുന്നത് കാണാം. ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ വരുന്നത് കാണാവുന്നതാണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെന്ന് വെച്ചാൽ ആ സപ്പോർട്ടിലേക്ക് എത്തിയിട്ടില്ല. ക്യാൻഡിൽ മൾട്ടിപ്പിൾ ടച്ചസ് ഉള്ള ഈ ഒരു ക്യാൻഡിലിനകത്തേക്ക് ബാങ്ക് നിഫ്റ്റി എത്തിയിട്ടില്ല. ഏകദേശം ഒരു 200 പോയിൻ്റ് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി കിടക്കുന്നത്. സോ നാളെ മാർക്കറ്റ് താഴേക്ക് വന്നതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം മുകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് ന്യൂട്രൽ ഓപ്പണിംഗ് തന്നതിന് ശേഷം ഇവിടേക്ക് വന്നതിന് ശേഷം നമ്മളൊരു ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഡോജി ക്യാൻഡിലൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് വരുന്നത് എങ്കിൽ നമുക്ക് താഴെ ഇതിനകത്തേക്ക് വന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ശേഷം ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെ വന്നതിന് ശേഷം ഇവിടെ തൊട്ട് താഴെ സപ്പോർട്ട് എടുത്ത് പോകാൻ ഒരുപാട് താഴെയാണത്, ഒരു 1000 പോയിൻ്റ് താഴെ അത്രയൊന്നും വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ തൊട്ട് താഴെ ഇതിനകത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ താഴെ തന്നെ ഓപ്പൺ ചെയ്ത് റീടെസ്റ്റ് പോലെ തോന്നുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ചാടി കയറി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു മാസങ്ങളായിട്ട് ഫോളോ ചെയ്തിരുന്ന ട്രെൻഡ് ലൈനിലാണത് ബ്രേക്കൗട്ട്. ഓപ്ഷൻസ് എല്ലാം എടുത്ത് ബയേഴ്സിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവ് ന്യൂസ് ഒന്നും മാർക്കറ്റിന് ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് FIIs സെല്ലിംഗ് മോഡിലാണുള്ളത്. DIIസും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സാധാരണ രീതിയിൽ FIIs സെല്ല് ചെയ്യുന്ന സമയത്ത് മാക്സിമം DIIs പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഡൗൺ ട്രെൻഡ് എന്നുള്ള രീതിയിൽ കറക്ഷനായിട്ട് വരുന്ന ഇതിലേക്ക് വരുന്ന സംഭവമായിരുന്നു. DIIസും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരു ബൈ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. സോ നാളെ അത് ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ വന്ന ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡേ ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഡോജി ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെയധികം ഉണ്ട്. സോ നമുക്കിതിന് താഴത്തേക്കാണ് ഓപ്പണിംഗ് വരുന്നത്, ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴേക്കാണ് ഓപ്പണിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ ചാടി കയറി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ കൺസിഡർ ചെയ്യാം. ഒന്ന് നോക്കുക, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസിങ് ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ഓപ്ഷൻ ചെയിനും കാര്യങ്ങളും നോക്കി കോൾ റേറ്റേഴ്സാണോ പുട്ട് റേറ്റേഴ്സാണോ കൂടുതലുള്ളതെന്നൊക്കെ നോക്കിയ ശേഷം മാത്രം ട്രെൻഡ് എടുക്കാൻ. സ്കാൾപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒരിക്കലും നാളെ വെള്ളിയാഴ്ചയാണ്, മാർക്കറ്റ് ശനിയും ഞായറും
അവധിയാണ്. ഒരു BTST എൻട്രി എടുക്കാതിരിക്കുക. മാർക്കറ്റ് ഏത് രീതിയിലേക്ക് മണ്ടേക്ക് പോകും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. ഒരു പോസിറ്റീവ് എൻട്രിയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് സാധാരണ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ കാണുന്ന സംഭവങ്ങൾ കാണാം. കയറുന്ന സമയത്ത് ഓപ്ഷൻ ബയ്യേഴ്സിന് അധികം ചാൻസ് കിട്ടാറില്ല. കാരണം ഗ്യാപ്പ് അപ്പിൽ കയറി പിന്നീട് അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് എക്സ്പെക്റ്റ് ചെയ്ത് BTST എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ബൈയിങ് മോഡിലായതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ബൈയിങ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്കാൾപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ മാത്രം നോക്കുക. മാർക്കറ്റ് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും എന്നുള്ള സാധനം ഒന്ന് കൺഫേം ആയതിനു ശേഷം BTST അല്ലെങ്കിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ എത്രയും പോയിന്റ്, ഒരു 10-200 പോയിന്റ് താഴേക്ക് വരാനുള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റിക്കകത്തും ആ ഒരു രീതിയിൽ ഒരു കറക്ഷൻ, കുറച്ചുകൂടി ഒരു കറക്ഷൻ, അതൊരു ഈ ഒരു ലെവലിലാണെങ്കിൽ പോലും താഴത്തേക്ക് കുറച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ നോക്കിയിരിക്കുന്ന രീതിയിൽ ഈ ഒരു ലെവലിലാണെങ്കിൽ പോലും കുറച്ചൊന്ന് താഴേക്ക് വന്നതിന് ശേഷം മുകളിലേക്ക് കയറുന്ന രീതിയിൽ. കാരണം ബാങ്ക് നിഫ്റ്റി സ്വാഭാവികമായിട്ടും താഴത്തേക്ക് വരാനുള്ള ഒരു 200 പോയിന്റും കൂടി താഴത്തേക്ക് ഇറങ്ങാനുള്ളൊരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. സോ അത് ബാങ്ക് നിഫ്റ്റിക്കകത്ത് അത് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിഫ്റ്റിക്കകത്തും ആ ഒരു റിഫ്ലക്റ്റ് ചെയ്യും. സോ നിഫ്റ്റിക്കകത്ത് ഈ ഒരു നിഫ്റ്റിക്ക് സാധാരണ രീതിയിൽ അത് ട്രെൻഡ് ലൈനാണ് എന്ന് കരുതി കോൾ ഓപ്ഷൻസ് പർച്ചേസ് ചെയ്യാണ്ട് ഒന്ന് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓപ്ഷൻ ചെയ്ത് നോക്കുക. അതിനുശേഷം പ്രൈസ് ആക്ഷൻ അനുസരിച്ച് കോൾ എൻട്രീസ് എടുക്കുന്നതായിരിക്കും നാളത്തേക്ക് നന്നാവുക.